മുൻമന്ത്രി AC മൊയ്തീൻ 67-ാം പ്രതി, CPM പാർട്ടി 68-ാം പ്രതി, CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന MM വർഗീസ് 69-ാം പ്രതി, K രാധാകൃഷ്ണൻ MP 70-ാം പ്രതി, പൊറത്തുശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AR പീതാംബരൻ 71-ാം പ്രതി, പൊറത്തുശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MB രാജു 72-ാം പ്രതി, ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി KC പ്രേമരാജൻ 73-ാം പ്രതി. വക്കീലെ, കൊള്ളക്കാരെല്ലാം പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? കുറച്ച് പേരെ കാണുന്നില്ല. ED ഓഫീസ് കുറേ കാലം കയറി ഇറങ്ങിയ ചിലരൊക്കെ ഉണ്ട്, ചില ബിരുദന്മാരൊക്കെ ഉണ്ട്. അവരെ വിട്ടുപോയതാണോ അതോ അവർ നിരവാധികം മാപ്പാക്കണമെന്ന് EDയോട് അപേക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മാപ്പ് സാക്ഷികളാക്കിയതാണോ? എന്താണ് അനുമാനിക്കേണ്ടത്? നോക്കൂ നമ്പ്യാരെ, ഇതിൽ പുതിയതായിട്ട് വന്നവരെല്ലാവരും തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം. ഇപ്പോൾ പാർട്ടിയുടെ സെക്രട്ടറിമാരായ ജില്ലാ സെക്രട്ടറിമാരായിരുന്നാണ് AC മൊയ്തീൻ, രാധാകൃഷ്ണൻ, അതുപോലെ MM വർഗീസ്. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം, ഇപ്പോൾ സുരേഷ് ഉള്ളതുകൊണ്ട് സുരേഷ് കുറച്ചും കൂടി കൃത്യമായിട്ട് പറയും. ഈ പരാതി വന്ന സമയത്ത് ഇപ്പോൾ പോർത്തശ്ശേരി, ഇരിഞ്ഞാലക്കുട അവിടത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഡയറക്ടർ ബോർഡ് എല്ലാവർക്കും എന്തെങ്കിലും ഒരു റോള് കാണും. ഈ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ, അത് ജില്ലാ സെക്രട്ടറിമാരായി ഇരിക്കുന്ന സമയത്ത് പോലും അവർക്ക് പരാതി തരുമ്പോൾ അവരത് പരിശോധിക്കാതെ അതിനെല്ലാത്തിനും മൗനസമ്മതം. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ AC മൊയ്തീൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണിതിൽ. കാരണം അദ്ദേഹത്തിൻ്റെ റോള് ഒന്നും അറിയില്ല എന്നുള്ളവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുന്നു. പിന്നെ അദ്ദേഹം തന്നെ കൊണ്ടു നടന്ന പലരുമാണ് ഇതിലിപ്പോൾ നമ്പ്യാർ പറഞ്ഞ പോലെ കയറി ഇറങ്ങിയ ചിലവര് രക്ഷപ്പെട്ടു എന്ന് ധരിക്കുന്നവരാണ്. പക്ഷേ അതിലിപ്പോഴും ഒരു അപകടം നിലയ്ക്കുന്നത് ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വരും. പാർട്ടിയുടെ ആളുകളുടെ ഈ നേതാക്കന്മാരുടെ പേര് എങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് അപ്പം മനസ്സിലാവും. മാത്രമല്ല, ഇതിലിപ്പോൾ രാധാകൃഷ്ണൻ വളരെ ഒരു ക്ലീൻ ഇമേജ് ഒക്കെ കീപ്പ് ചെയ്തിരുന്നു. സഖാക്കളുടെ ഇടയിൽ വളരെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് പറയാൻ, അദ്ദേഹം കോളേജിലേക്ക് നമ്മുടെ സീനിയർ ആയിരുന്നു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്ന പരാതികളെല്ലാം അദ്ദേഹം വിഴുങ്ങി വെച്ചു. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസിലെ AK ആന്റണിയുടെ പോലെ സ്വന്തം ഇമേജ് മാത്രം നോക്കിയിരുന്നു. പാവങ്ങളുടെ പണമാണ്, അത് മനസ്സിലാക്കേണ്ടതായിരുന്നു. രാധാകൃഷ്ണൻ അത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട ഒരു ഗതികേട് വരുന്നത്. കാരണം അദ്ദേഹവും ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന പോലെയായി. കാരണം ആരുടെ അടുത്തും നോ പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് പോയി. അടുത്തത് MM വർഗീസ്, പ്രായാധിക്യമുള്ള ആള്. അദ്ദേഹത്തെ ഞാൻ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാവരും എന്ത് പറഞ്ഞാലും അനുസരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായ ഒരു തീരുമാനമില്ലാതെ ഒരു ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി വേണം കാര്യങ്ങൾ നേരിടാൻ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ED ഇവരുടെ പാർട്ടിയുടെ ഫണ്ട് തടഞ്ഞു വെച്ചു. അതിന് ഒരു നടപടിക്രമം എന്തുകൊണ്ട് ഇവരാരും ചെയ്തില്ല? കാരണം ഇതിന്റെ പണം ഇവിടുന്ന് വന്നു പോയി എന്നുള്ളതൊക്കെ EDക്ക് കിട്ടിനോ? EDയുടെ ഭാഗത്തുനിന്ന് പറ്റിയൊരു ഇതെന്താ വെച്ചാൽ, ഞാൻ ഇന്നും അത് പണ്ടും ഞാൻ ഡിബേറ്റിൽ വരുമ്പോൾ പറയാറുണ്ട്, ഒരു ഇലക്ഷൻ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ഇത് വരുന്ന സമയത്ത് മാത്രം ഇറങ്ങി തിരിച്ച് ഇത് ഫൈനലാവേണ്ടതായിരുന്നില്ല. ഇത് എത്രയോ മുമ്പ് തന്നെ ആവേണ്ടതായിരുന്നു. ഇത്ര ഡിലേ വന്നതാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഈ പറയുന്നവർക്കൊക്കെ ഒരു കാരണങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഞാൻ ഇന്ന് നമ്പ്യാർക്ക് അത് ഞാൻ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കത് വളരെ MN സത്യൻ എന്തോ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് വലിയ വലിയ നേതാക്കന്മാരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോഴും ചിരി തോന്നി. കാരണം അവരിപ്പോൾ ഇതിനൊരു ഡിഫൻസ് പറയുന്നത് കൊടകര കേസാണ്. കൊടകര കേസ് അന്വേഷിക്കുന്നത് കേരള പോലീസാണ്. കേരള പോലീസ് എന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല? കട്ടതാരായാലും, അത് X or Y എന്നല്ല, അല്ലെങ്കിൽ കക്കുന്നതിന് കൂട്ടുനിന്നവരായാലും എല്ലാവരും പെടണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ നിങ്ങളിതിലെ ഒരു കാര്യമാണ് ഇനി നോക്കേണ്ടത്. അതിനെ മുഴുവൻ ചാർജ് ഷീറ്റിന്റെ പകർപ്പും എല്ലാം കിട്ടാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. 10-12,000 പേജുള്ളതുകൊണ്ട് അതിൻ്റെതായ സമയം എടുത്തിട്ടേ കിട്ടുന്നുള്ളൂ. അതാണ് ഒരു ബുദ്ധിമുട്ട്. ഇതില് മൊഴി കൊടുത്ത പലരും ഉണ്ട്. അവരുടെ മൊഴി എന്താണ്? ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ പോസ്റ്റ്, MN സത്യന്റെ പോസ്റ്റ് വായിച്ചു. ചിലവരെ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കാൻ നോക്കി. ചിലവർ പറഞ്ഞു, നമ്പ്യാർക്ക് ഞാനത് വിട്ടിട്ടുണ്ട് വാട്സപ്പിൽ, അതൊന്ന് വായിച്ചു നോക്കണം. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം വളരെ മുതിർന്ന ഒരു നേതാവാണെന്നാണ്. അപ്പോൾ അതിൽ ഷെയർ ചെയ്തിട്ടുള്ള ആൾ വളരെ
ഞാനായിട്ട് അറിയുന്ന ഒരാളാണ്. ദേവസ്വം ബോർഡിന്റെ, ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ മുൻ ചെയർമാനും ഇപ്പൊ ദേവസ്വം റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ചെയർമാനുമായ KB മോഹൻദാസ് വക്കീലാണ്. അദ്ദേഹം അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഷെയർ ചെയ്തതിൽ എഴുതിയിരിക്കുന്ന ഒരു പോർഷൻ എന്താന്ന് വെച്ചാൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ചിലവരെ മാനസാന്തരപ്പെട്ടിയോ, ഞാൻ അതിൻ്റെ ഇതെടുത്ത് ഞാൻ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് നോക്കി. ഇതിന്റെ കുറെ കാര്യങ്ങളിൽ ഇവർ പറഞ്ഞ ഒപ്പം കുറ്റം ചെയ്ത പ്രതികളെയൊക്കെ വിശുദ്ധരാക്കി CPM-മാർക്കെതിരെ മൊഴി പറയിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നു. ഒപ്പം ചെയ്ത കുറ്റം ചെയ്തവരുണ്ടെങ്കിൽ പറയണം. ഈ പോയവർക്കൊക്കെ പറയാൻ അവസരം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതില് പാവങ്ങളുടെ പണം അത് തട്ടിയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പാവങ്ങളുടെ പാർട്ടിയുടെ ആൾക്കാരാണെന്നാണ് വെപ്പ്. അവരൊരിക്കലും അതിന് കൂട്ടുനിൽക്കരുത്. അതിനെതിരെ ഒരു പരാതി വന്നപ്പോൾ 2 പേരെ എൻക്വയറി കമ്മിറ്റി വെച്ചു. അതിലൊരാളായിരിക്കും PK ബിജു, അദ്ദേഹത്തിന്റെ കാര്യമായിരിക്കും നമ്പ്യാരും സൂചിപ്പിച്ച ഒരാളിലുള്ളതാണത്. അദ്ദേഹം എന്ത് പറഞ്ഞു? സ്റ്റേറ്റ്മെന്റ് വരുമ്പോ പുറത്തു വരും. അപ്പൊ അറിയാൻ പറ്റും ഓരോരുത്തരും ഇതെന്താണ്. PK ബിജു മാത്രമല്ല, MK കണ്ണൻ മുൻ MLA, അതുപോലെ CPM-ന്റെ തൃശ്ശൂർ ഏരിയ സെക്രട്ടറി ഉണ്ടല്ലോ, അതെ അതെ, കാടയൊക്കെ സ്ഥിരം ED ഓഫീസിലായിരുന്നു. ഇതിലെന്താ വെച്ചാൽ ആരൊക്കെ ED ഓഫീസ് മാത്രമല്ല, എല്ലാ പരാതികൾ വരുമ്പോഴും ഇപ്പൊ ED ഓഫീസ് ആയതുകൊണ്ട് കയറി ഇറങ്ങാനും ഇതെല്ലാം ഉണ്ടായി ബുദ്ധിമുട്ടുകൾ കാണുകയായിരിക്കും. വേറെയും തട്ടിപ്പുകളിലൊക്കെ പങ്കാളികളായിട്ടുള്ള കുറെ പേരുണ്ട്. അപ്പൊ ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ പണം ജനങ്ങളുടെയാണ് പോയത്, പാവപ്പെട്ട ജനങ്ങളുടെ. അത് തിരിച്ചു കിട്ടാൻ ആദ്യം മുൻകൈ എടുത്ത് നിൽക്കേണ്ടവര് CPM-കാരായിരുന്നു. അല്ല വക്കീലെ, ഞങ്ങൾ മൂന്ന് തവണ കരുവന്നൂരിൽ ഞങ്ങൾ ജനസഭ സംഘടിപ്പിച്ചു. ആ ജനസഭയിൽ പങ്കെടുത്തവരെല്ലാം സാധാരണക്കാരാണ്. മാത്രമല്ല അവരെല്ലാം പാർട്ടി അനുഭാവികളാണ്. അവരെല്ലാം അവിടെ തുറന്ന് പറഞ്ഞത് പാർട്ടി ഞങ്ങളോട് ഈ ചതി ചെയ്തല്ലോ എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, പാർട്ടിക്കാരെ തന്നെ പാർട്ടി നേതൃത്വം കുഴിയിൽ ചാടിച്ചു. അത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അവരുടെ വേദന, അവരുടെ സങ്കടം, അവരുടെ പ്രതികരണം അതാണല്ലോ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്, അല്ലേ? സുരേഷ് ഗോപി കരുവന്നൂരിൽ നിന്ന് നടത്തിയ തീർച്ചയായും യാത്ര മാത്രമല്ല നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അവിടെ വന്ന് പറഞ്ഞല്ലോ, കരുവന്നൂർ കേസിൽ ഉൾപ്പെട്ടവരാരൊക്കെയുണ്ടോ, ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ തക്കതായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് അദ്ദേഹം അവിടെ പറഞ്ഞല്ലോ. എന്താന്ന് വെച്ചാൽ ഇപ്പോ പറഞ്ഞു തൃശ്ശൂര് ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വിഷമിച്ച് പറയുന്ന ഒരു കാര്യം, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക, ഒരൊറ്റ ഡിബേറ്റിൽ പോലും നിങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത് വിടൂ, ഒരു ഡിബേറ്റിൽ CPM-ന്റെ ഒരു നേതാവ് പോലും വന്നിരുന്ന് ചർച്ചകളിൽ വന്ന് ഡിഫെൻഡ് ചെയ്യാൻ വന്നില്ല. തൃശ്ശൂർ ജില്ലയുടെ, ഞാൻ എല്ലാ ചാനലും വാച്ച് ചെയ്തുകൊണ്ടിരുന്നു, തൃശ്ശൂർ ജില്ലയിലെ സത്യസന്ധരായ CPM അനുഭാവികൾക്ക് ഇപ്പൊ ഈ വന്ന പ്രതിപട്ടികയിൽ സന്തോഷമുണ്ട്. വേണമെങ്കിൽ ഇപ്പൊ രാധാകൃഷ്ണന്റെ പേര് വേണമെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ അതിൽ ഞാൻ പറയുന്നത്, ഒരു തെറ്റ് ചെയ്ത വിവരം അറിയിച്ചപ്പോൾ അത് തെറ്റാണോ അല്ലയോ എന്ന് പരിശോധിച്ച് നടപടി സ്വീകരിക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരാൾ കട്ടു എന്ന് അദ്ദേഹം മുൻ സ്പീക്കർ ആണ്, അതുപോലെ മുൻ മന്ത്രിയാണ്, നിലവിൽ MP ആണ്. രാധാകൃഷ്ണനെ വിശുദ്ധനാക്കേണ്ട കാര്യമൊന്നുമില്ല. രാധാകൃഷ്ണന്റെ സഹോദരിയുടെ കല്യാണത്തിന്, ഇതും എനിക്ക് CPS സർക്കിളിൽ നിന്ന് തന്നെ കിട്ടിയ വിവരമാണ് കേട്ടോ, കല്യാണത്തിന് സ്വർണം കൊടുത്തത് ആരാണ്, അവർക്ക് ഈ കേസുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക്. അപ്പോൾ രാധാകൃഷ്ണൻ അദ്ദേഹം ഇതൊന്നും അറിഞ്ഞില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അല്ല ഞാനിതില് രാധാകൃഷ്ണൻ അറിഞ്ഞില്ല എന്നല്ല പറഞ്ഞേ, അറിഞ്ഞിട്ടും മിണ്ടാണ്ടിരുന്നു, കുറ്റകരമാണെന്ന് അറിഞ്ഞിട്ടും അത് മിണ്ടാണ്ടിരിക്കുക ചെയ്തേ. അത് അദ്ദേഹത്തിന്റെ ക്ലീൻ ഇമേജ് കീപ്പ് ചെയ്യാനാ. 2 കൂട്ടരെയും, പരാതി തന്നവരെയും മുഷിപ്പിക്കില്ല, ഇപ്പുറത്ത് മുഷിപ്പിക്കില്ല. പിന്നെ നമ്പ്യാർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാ, ഇതിൽ ED ചോദ്യം ചെയ്തതും റെയ്ഡ് നടത്തി പണം പിടിച്ചെടുത്ത ആളുകളുമുണ്ട്. ഇതിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്താ, ഇതിൽ പ്രതിയായിട്ടുള്ളവരെല്ലാം ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്? അത് നമ്പ്യാരടക്കമുള്ള മീഡിയ ആളുകൾ പരിശോധിക്കണം.
ഇവിടെ ചിലവരുടെ അപ്രമാദിത്യമായിരുന്നു എന്നാണ് ഞാൻ സഖാക്കളിൽ നിന്ന് അറിയാൻ കിട്ടിയത്. അതിനൊരു അറുതി ഇതോടുകൂടി വന്നു. ഇപ്പോ കുന്നംകുളത്തായിരുന്നു ജില്ലാ കമ്മിറ്റി നടന്നിരുന്നത്, മീറ്റിംഗ് നടന്നത്. അവിടെ പോലും കൃത്യമായ ചിലവരുടെ അപ്രമാദിത്യത്തിന് തടയിടാൻ സത്യസന്ധരായ സഖാക്കൾ ശ്രമിച്ചു. മാത്രമല്ല, ഔദ്യോഗിക പാനലിൽ ഇതിലെ പ്രതിയായ AC മൊയ്തീന്റെ മണ്ഡലമാണ്. ഔദ്യോഗിക പാനലിൽ AC മൊയ്തീന്റെ അനുഗ്രഹത്തോടു കൂടി നിന്ന ആൾ പോലും തോറ്റു. അവിടെ ജയിച്ചു വന്നത് ബാലാജി പാലിശ്ശേരി. അവിടെ ഇപ്പൊ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി മാറി അദ്ദേഹം. അപ്പൊ എല്ലാവരുടെയും എതിരഭിപ്രായമുണ്ട്. ചാവക്കാട് എടുക്കൂ, നിങ്ങൾ ഗുരുവായൂർ എടുക്കൂ, നാട്ടിക എടുക്കൂ, ഇവിടെ എല്ലാം എതിരഭിപ്രായം. ഇരിഞ്ഞാലക്കുട എടുത്താൽ നമ്പ്യാർ പരിശോധിച്ചോളൂ, ഇരിഞ്ഞാലക്കുടയിലെ ഒരു നേതാവ് പോലും ഇതിനെ ഡിഫെൻഡ് ചെയ്തില്ല. കാരണം അവർക്കൊക്കെ വിഷമമാണ്. നമ്പ്യാർ പറഞ്ഞ പോലെ വിഷമമാണ്. സുരേഷ് ഗോപി നടന്നു, അതിനെ ഇവര് വിമർശിച്ചു. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ബിന്ദു ടീച്ചറുടെ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയാണ് ലോക്സഭ ഇലക്ഷനിൽ ലീഡ് ചെയ്തത്. അത് എന്തുകൊണ്ടാ? ഈ അദ്ദേഹം നടത്തിയ തൃശൂർ ജില്ലയിൽ ഗുരുവായൂർ ഒഴിച്ച് എല്ലാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി ലീഡ് ചെയ്തല്ലോ. അല്ല, അതാണ് അതിലെന്താ കാര്യം? നമ്മൾ ഒരാളെ വിമർശിക്കാം, പക്ഷേ അയാൾ പണിയെടുത്താൽ വിമർശിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അയാളെയും കാട്ടിൽ നന്നായി പണിയെടുക്കാൻ പറ്റണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അയാളെ വിമർശിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളിൽ വിമർശിച്ചു, ഒന്നും എവിടെ എത്തിയില്ല. അത് തന്നെ കാണിക്കുന്നത് ഈ പാർട്ടിയുടെ ഉള്ളിൽ സത്യസന്ധരായ സഖാക്കൾക്ക് ഈ പറഞ്ഞ പ്രതിപട്ടികയിൽ വളരെ സന്തോഷം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് 1-2 വിട്ടുപോയതിൽ ചിലവര് ഈ പറഞ്ഞ പോലെ എതിരഭിപ്രായം ഉണ്ടാവും. കാരണം നിങ്ങൾ എടുത്തോ നമ്പ്യാരെ, നമ്മൾ ഈ ഡിബേറ്റ് തുടങ്ങിയ അന്ന് മുതൽ ഞാൻ പറയുന്ന ബാങ്കുകളെല്ലാം പിന്നീട് റെയ്ഡ് നടന്നു. കുട്ടനെല്ലൂർ ബാങ്ക് റെയ്ഡ് നടന്നു. അവിടുത്തെ 2 ജില്ലാ സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളായ 2 പേരെയും തരം താഴ്ത്തി. ഒരാളെ പുറത്താക്കി, ഒരാളെ തരം താഴ്ത്തി. എന്തുകൊണ്ട്? കാരണം ഈ കരുവന്നൂര് പോലെ അതും അന്വേഷണത്തിൽ വന്നാൽ കൂടുതൽ അപകടമാവും അറിഞ്ഞപ്പോ തരം താഴ്ത്തി. വർഗീസ് കണ്ടംകുളത്തി, അതുപോലെ വേറെ ഏതൊരു പോളിയോ എന്താ അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തേ. വർഗീസ് കണ്ടംകുളത്തി ഇതിനെ കീഴ്പോട്ടാക്കി. അപ്പൊ ഇതെല്ലാം ഇത് ആദ്യമേ ചെയ്യായിരുന്നു. ഈ കക്കലിനെ അന്ന് കൂട്ടുനിന്നു. പിന്നെ നിങ്ങൾ നോക്കുക, ഇതിലെ മെയിൻ പണം പോയ സ്രോതസ്സുകൾ, അവിടുത്തെ വ്യാജരേഖകൾ ആരുണ്ടാക്കി? അതും വരും കാലങ്ങളിൽ തെളിയും. ഇവിടെ തൃശ്ശൂർ ജില്ല കേന്ദ്രീകരിച്ച് വ്യാജരേഖകളും വ്യാജ KLU ഓർഡറുകളും എല്ലാം ഉണ്ടാക്കുന്ന ഒരു കോക്കസ് ഉണ്ട്. അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവർ വരും ദിവസങ്ങളിൽ അതും പുറത്തു വരും. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മുൻ റവന്യൂ ഉദ്യോഗസ്ഥൻ അഡ്വക്കേറ്റ് പ്രമോദ്, ഒരു മുൻ റവന്യൂ ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന് ഈ അനൂപ് ഡേവിസ് കാടയുമായിട്ടുള്ള അടുത്ത ബന്ധം. ഇപ്പം നോക്കൂ, റീസെൻ്റായിട്ട് തിരുവനന്തപുരത്തെ വിജിലൻസ് ക്രിപ്റ്റോ കറൻസി കേസിൽ ഇവരുടെ മൊഴിയെടുത്തു. ഇവർ രണ്ടുപേരും ആരോപണ വിധേയരാണ്. ഈ കാടയുടെയും ആ പറഞ്ഞ റവന്യൂ ഉദ്യോഗസ്ഥൻ്റെയും മൊഴിയെടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കും. ഞാനിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഈ വിവരങ്ങളെല്ലാം കിട്ടുന്നത്. ഈ പറയുന്ന വിഷയത്തിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാലോ, മേലുദ്യോഗസ്ഥരെ രാഷ്ട്രീയക്കാരെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കുന്നു. ഇതുകൊണ്ടാണ് MM വർഗീസും പെടാൻ കാരണം. കാരണം അദ്ദേഹത്തിന് അറിയാത്ത വിഷയങ്ങളിലെല്ലാം നിങ്ങൾ എടുത്തു നോക്കിക്കോളോ. ഇത് ഈ പറയുന്ന കോലഴി സതീശനെ നേരിട്ടും പേഴ്സണലായിട്ട് അറിയാത്ത ആളുകളാണ് അവരൊക്കെ. ഇവരെ ഒന്നിനും ഇടപെട്ടില്ല എന്ന് പറയുന്നു. ഈ കോലഴി സതീശന്റെ എത്ര ലോണുകളിൽ ഓരോരുത്തരും ഇടപെട്ടു പറയണം. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ജ്വല്ലറിക്കാരൻ, അത് ഞാനിപ്പോ പറയാത്തത് ബാക്കിയുള്ളവരെയും കഴിഞ്ഞിട്ട് ഒരു അവസരം തരിക. അപ്പൊ ഞാൻ പറയാം ഈ ജ്വല്ലറിക്കാരൻ എങ്ങനെ പോയി എന്നുള്ളതും. ഞാൻ ഇതിന്റെ പിന്നാലെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഞാനും കുറെ ഡോക്യുമെന്റ്സ് എത്തിച്ചു കൊടുത്താൽ അത് പിടിക്കും. അത് എങ്ങനെ പോയി എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ പാനലിലുള്ള എല്ലാവരെയും കഴിഞ്ഞ ഒരു ചെറിയ അവസരം തന്നാൽ അതും കൂടി ഒന്ന് എക്സ്പോസ് ചെയ്യണം. കാരണം ഈ പിടിച്ചെടുത്ത പണം റെക്കോർഡ് ചെയ്ത് കോടതിയിലെത്തണം. ഞാനത് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് കിട്ടിയിട്ട് പരാതിക്കാർക്കും കോടതിയെ സമീപിക്കാം. ഇതിൽ എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ അപേക്ഷ കൊടുക്കാം. അതും കൂടി വെരിഫൈ ചെയ്യിക്കാം. അല്ലാതെ ഒരു കുറ്റപത്രം തന്നു, അത് ഫൈനലായിട്ടില്ല. അത് ED സംബന്ധിച്ച് ഫൈനലായി. പരാതിക്കാർക്ക് ഇതിൽ ആരെങ്കിലും ചെയ്ത തെളിവടക്കം കൊണ്ടുകൊടുത്ത് കോടതിയിൽ സമീപിച്ചാൽ അതും ഒരു ഇതിന്റെ ഭാഗമായിട്ട് വരും.
അതിനെന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. പക്ഷെ മൊഴിപ്പകർപ്പ് ആദ്യം ഒന്ന് കിട്ടണം. കാരണം ഇതിന്റെ മൊഴിപ്പകർപ്പ് വരുമ്പോൾ നമ്പ്യാരെ അറിയാം എത്ര വലിയ സഖാക്കൾ ചമഞ്ഞ പലരും എന്തൊക്കെ മൊഴി കൊടുത്തു എന്നുള്ള. അതെ അതെ, അപ്പോഴാണ് കള്ളി വെളിച്ചത്താവുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പേരുകാർ അവർ പാർട്ടിയെ ഒറ്റിക്കൊടുത്തിട്ടുണ്ടോ, ഈ സഖാക്കളെ ഒറ്റിക്കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂട്ടിക്കൊടുത്തിട്ടുണ്ടോ എന്നുള്ള സത്യങ്ങളൊക്കെ ഈ മൊഴിപ്പകർപ്പ് അത് കിട്ടിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവർ ഇഡിക്ക് മൊഴി നൽകിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർവാപരാധങ്ങളും പൊറുക്കണം, ഞങ്ങൾ മാപ്പ് സാക്ഷിയായിക്കൊള്ളാം, ഞങ്ങൾ കോടതിക്ക് മാപ്പ് ഏറ്റ് പറഞ്ഞോളാം, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ ചില ബിരുദന്മാരൊക്കെ ഈ പട്ടികയിലുണ്ടാകും. എന്തായാലും വക്കീൽ പറഞ്ഞതുപോലെ മൊഴിപ്പകർപ്പ് അത് പുറത്തു വരട്ടെ, നമുക്ക് കാത്തിരിക്കാം.